ഇന്ന് നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്യുന്നതും അതുപോലെ എയർ ഫ്രൈയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നും കാണിച്ചു തരാം കേട്ടോ. നമ്മളത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതും എന്തോ സംഭവമാണ്, പക്ഷെ അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ചിക്കൻ വേണം, ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ആയിരിക്കണം, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റണം, അതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം മതി. പിന്നെ ഈ കട്ട് ചെയ്ത ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം, ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്കിതിനെ 4 ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റികൾ കൂട്ടണം. കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറക്കുകയും വേണം കേട്ടോ. അങ്ങനെ 4 ബ്രെഡും കട്ട് ചെയ്ത് മാറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് എന്തൊക്കെ നോക്കാം. ഞാൻ ഗരം മസാലയാണിത്, പിന്നെ ഉപ്പാണ് കേട്ടോ, പിന്നെ ഇത് കുരുമുളക്. നിങ്ങൾക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഇത് മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് ഇതുപോലെ പൊടിക്കാതെ ഇട്ടപ്പോൾ കുരുമുളക് എല്ലാതും പൊടിഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ കുരുമുളക് പൊടി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി എല്ലാ ഐറ്റംസും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം ബ്രെഡ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇനി അല്ലെങ്കിൽ ഇതേപോലെ ഒന്നിച്ചിട്ടാലും മതി, യാതൊരു കുഴപ്പമില്ല. ബ്രെഡ് ഞാൻ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കന് എല്ലില്ലാതെ ശ്രദ്ധിക്കണേ, അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് ഇട്ടിട്ടുണ്ട്, ഗരം മസാലയും ഉപ്പും നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗരം മസാല ഉപ്പാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം, സോയാ സോസും ചേർക്കാം. ഞാൻ രണ്ടും ചേർക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ഒക്കെ മിക്സായി കിട്ടും. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ശരിക്കും കട്ട്ലേറ്റ് ഒക്കെ ഒന്നും ഉണ്ടാക്കുന്ന അത്ര ടൈമിൻ്റെ യാതൊരു ആവശ്യമില്ല. നമ്മൾ അതിനകത്ത് ഉള്ളിയൊക്കെ മാറ്റി ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുക്കുന്ന സമയമുണ്ട്, പക്ഷെ അതൊന്നും ആവശ്യമില്ല. ഇത് വളരെ പെട്ടെന്ന് മിക്സിയിട്ട് കറക്കിയെടുക്കുക, ആ ടൈമും പിന്നെ ഫ്രൈ ചെയ്യുന്ന ടൈം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത് കട്ടിംഗ് ബോളിനകത്ത് വെച്ചിട്ടുണ്ട്. കട്ടിംഗ് ബോളിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഓയിലാക്കാൻ മറന്നു പോയതാണ്. അങ്ങനെ നമ്മളിത് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കനം കുറച്ചും പരത്തിയെടുക്കരുത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ കിട്ടില്ല. നന്നായി കട്ട് ചെയ്യുകയും ചെയ്യരുത്, കാരണം വേവാത്ത ചിക്കനാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടണമെങ്കിൽ തീരെ കനം കുറച്ച് തന്നെ പരത്തിയെടുക്കണം. എത്ര കനം ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കൊരു ചതുരത്തിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു 4 ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ആ ഷേപ്പ് നാക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നല്ല പ്ലെയിൻ ആയിട്ടുള്ള കത്തി കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്ത് കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോന്ന് നമ്മൾ പതുക്കെ പതുക്കെ എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്ന് പതുക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കണ്ട കുരുമുളകിൻ്റെ ചെറിയ പൊടികളവിടെ കാണുന്നുണ്ട്. നമ്മൾ പൊടിയായിട്ട് ചേർക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അങ്ങനെ കാണില്ലായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുരുമുളകിൻ്റെ പൊടി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത്. നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് അതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കണം, താഴെയല്ല വെക്കേണ്ടത് കേട്ടോ, ഫ്രിഡ്ജിൻ്റെ. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഏകദേശം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം സമയം ആവശ്യമൊന്നുമില്ല എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി കുറച്ച് 4 ഭാഗങ്ങളില്ലേ, അത് വീണ്ടും കുഴച്ചെടുത്തിട്ട് ഇതേപോലെ പരത്തി കട്ട് എടുക്കാം. ഏത് ഷേപ്പിലും ആണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ നമ്മളിതൊരു ചതുരത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട് ഏകദേശം കേട്ടോ. നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ള സംഭവമാണ്. നമുക്കിത് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുകൊണ്ടോ, അത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് വേണം. ബ്രെഡ് ക്രംസ് നമുക്ക് ജസ്റ്റ് മിക്സിയിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് ക്രംസ് പൊടിച്ചതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. നന്നായി ഫ്രൈ മുരിഞ്ഞു പോകരുത്, അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുഴുവൻ ബ്രെഡ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതല്ല, ടോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് എണ്ണയൊന്നും ഇല്ലാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ പാൻ ചൂടായിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈ വിടാതെ ഇളക്കണം. ഹൈ ഫ്ലെയിം തന്നെ ഞാൻ വെച്ചിട്ടുള്ളത്. 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയി പിന്നെ ക്രിസ്പി ആവരുത്. ക്രിസ്പി ആയിരുന്നു അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളെ ബ്രെഡിൽ നമ്മുടെ ചിക്കനിൽ അത് മുട്ടയാക്കി നമ്മൾ ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിനകത്ത് പിടിക്കുകയും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് അത് എന്ത് ചെയ്ത് നന്നായിട്ട് കരിഞ്ഞു പോകരുത്, നന്നായി പൊടിഞ്ഞു പോകരുത്. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ആ ഒരു ടെക്സ്ചർ ഒന്ന് മാറുന്നവരെ മാത്രം നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ചൂട് പോകുന്നവരെന്ന് വെയിറ്റ് ചെയ്യാം. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചൂട് പോകും. ഇനി നമുക്ക് എന്താ അടുത്തത് വേണ്ടത്, നമുക്ക് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ടനെ വേണം കേട്ടോ, കാരണം നമ്മൾ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് 2 കോഴിമുട്ട ആവശ്യമുണ്ട്. 1 പ്രാവശ്യം കോട്ട് ചെയ്യുന്നുള്ളെങ്കിൽ 1 മതി. പക്ഷെ നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മുടെ പശുവിൻ പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് നമ്മൾ പാലും മുട്ടയും മാത്രമേ ഉള്ളൂ. പാല്, മുട്ട, നമ്മുടെ ബ്രെഡ് ക്രംസ്, നമ്മുടെ നഗറ്റ്സിൻ്റെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇത് നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ചെയ്യുന്നപ്പോൾ തന്നെ ആദ്യം കോഴിമുട്ടയിൽ മുക്കിയെടുക്കുക, പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക, വീണ്ടും നമ്മൾ ഒന്നും കൂടി നമ്മൾ കോഴിമുട്ട പാലിനകത്ത് മിക്സ് ചെയ്യുക, വീണ്ടും ബ്രെഡ് ക്രംസിൽ, അങ്ങനെ നമ്മളെല്ലാം ഇതേപോലെ തന്നെ നന്നായിട്ട് കവർ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ഓൾ എന്നുള്ള ബട്ടൺ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യണം, എങ്കിലുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10, 20, 21 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല, ഒന്ന് നിങ്ങൾക്ക് ഞാൻ എയർ ഫ്രയറിനകത്ത് വെച്ചിട്ട് എങ്ങനെ ഫ്രൈ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ഇത് ഇടുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, കാരണം ബ്രെഡ് ക്രംസ് വേഗം കരിഞ്ഞു പോകും, ചിക്കൻ വെന്ത് കിട്ടുകയില്ല. കാരണം വെന്ത ചിക്കനല്ല, നമ്മൾ വേവാത്ത ചിക്കനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മിക്സിയിൽ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ വേഗം വെന്ത് കിട്ടും നമുക്കറിയാം, പക്ഷെ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാനായിട്ടോ. ഈ ബൗളിനകത്തുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എയർ ഫ്രയറിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. വളരെ പെട്ടെന്നാണ്, ശരിക്കും ഓയിലിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ്. ഒട്ടും ഓയിലിൻ്റെ ആവശ്യമില്ല, ഹെൽത്തി ആയിരിക്കും. നമ്മളിത് ഫ്രൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. 15 മിനിറ്റാണ് ടൈം വരുന്നത്. 200 ഡിഗ്രി സെൽഷ്യസാണ് വരുന്നിട്ടുള്ളത്. 15 മിനിറ്റ് നമ്മളത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ വേവട്ടെ. നമുക്ക് ജസ്റ്റ് ഇതാ പുറത്ത് തന്നെ കാണാൻ സാധിക്കും കേട്ടോ അതിനകത്ത് എന്താ സംഭവിക്കുന്നുള്ളത്. ഇതവിടെ വേവുന്നുണ്ട്. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മുടെ ഓയിലുള്ള നഗറ്റ്സ് ഇത് അവിടെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മളതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ 2 പ്ലേറ്റിലായിരുന്നു, ഒരു പ്ലേറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു, രണ്ടാമത്തെ പ്ലേറ്റ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നു കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, മറക്കണ്ട, കാരണം ചിക്കൻ വെന്ത് കിട്ടില്ല. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മുടെ ഈ എന്താ പറയുക ബ്രെഡ് ക്രംസ് ഒന്നും കരിഞ്ഞു പോകുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു പകുതി സമയത്ത് ടേൺ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ വന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. മുകൾ ഭാഗമാണല്ലോ ഇതിന് ഫ്രൈ ആവുക, താഴ്ഭാഗമായിരിക്കും വേവാത്തത്. അപ്പോൾ താഴ്ഭാഗം ഒന്ന് മുകളിലേക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതവിടെ ഫ്രൈ ചെയ്യാവുന്നുണ്ട്. ഓയിലുള്ള സംഭവം ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാനാണ് നമ്മുടെ ഏത് സ്നാക്സിനേക്കാൾ എളുപ്പം തോന്നുന്നു. കാരണം ചിക്കൻ വേവിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഫ്രൈ ചെയ്യുമ്പോൾ മാത്രമേ ചിക്കൻ വെന്ത് കിട്ടുള്ളൂ. ചിക്കനും ബ്രെഡും നമ്മുടെ കുരുമുളകും, മുളക് പൊടി, ഗരം മസാല, ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഒന്ന് പരത്താൻ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ബ്രെഡും നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റ് പോലെ എടുക്കുക, ഫ്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. ശരിക്കും വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ എയർ ഫ്രൈത്തെ ഫ്രൈ ഞാനിപ്പോൾ കൊണ്ടുവരാൻ കാണിച്ചു തരാം. അതും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വൈകുന്നേരം സ്കൂളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ടോ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ ശരിക്കും ഇത്. നിങ്ങൾ ഉണ്ടാക്കിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും പറയണേ. അങ്ങനെ നമ്മുടെ ഓയിൽ ഫ്രൈ ചെയ്ത നഗറ്റ്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എയർ ഫ്രയർ ഇതാ 2 മിനിറ്റ് 1 മിനിറ്റ് സെക്കൻഡ് ആയിട്ടുണ്ട്, എൻഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് ഭാഗം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഈ പ്ലേറ്റിനകത്തുള്ളതാണ് നമ്മുടെ എയർ ഫ്രയറിനകത്ത് ഉണ്ടായിരുന്ന ചിക്കൻ നഗറ്റ്സ്. ഇതും അതും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആകൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഓയിൽ ഉണ്ടാവില്ല എന്ന് മാത്രം. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്